ആയുസല്ലേ നമുക്കുള്ളൂ. എത്രയാണെന്ന് നമുക്ക് നിജപ്പെടുത്താൻ കഴിയില്ലല്ലോ. കൂടെയുള്ള പലരും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ പിരിയലെല്ലാം നമുക്ക് പാഠങ്ങളാണല്ലോ. ആ പാഠം നമ്മൾ പഠിക്കേണ്ടതാണല്ലോ. പെട്ടെന്ന് മനുഷ്യന്മാര് അതാ അടിച്ചു പോകുകയാണ്. അതേ 20 വയസ്സുള്ളവര് മരിച്ചു പോകുന്നു, 17 വയസ്സുള്ളവര് മരിച്ചു പോകുന്നു. ഹാഫിള് മസൂദ് സഖാഫി കൂടല്ലോ 41 വയസ്സേ ഉള്ളൂ. പെട്ടെന്ന് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. അല്ലാഹുവേ, അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. കുടുംബത്തിനു നീ ക്ഷമ നൽകണം റഹ്മാനെ. ഇന്നത്തെ ദിവസവും കർണാടകയിൽ ഒരു പ്രദേശത്ത് വയല് പറയേണ്ടതായിരുന്നു. പക്ഷേ ആ വയലിന്റെ മജ്‌ലിസിൽ വന്നില്ല, വരാൻ എനിക്ക് കഴിയുകയുമില്ല. പറഞ്ഞു വെച്ച വയലിന്റെ സുഖം ഖബറിൽ അല്ലാഹു അനുഭവിക്കാൻ അവസരം നൽകട്ടെ. പാവപ്പെട്ട റാഷിദ് എപ്പോൾ തീരുമെന്നറിയില്ലല്ലോ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, എപ്പോഴും എന്നിലേക്ക് മലക്കുൽ മൗത്ത് വരുമെന്ന തോന്നലില് അതിനുവേണ്ടി ഒരുങ്ങി അങ്ങ് ജീവിച്ചോ. ഞാനങ്ങനെ ജീവിക്കണം, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ജീവിക്കണം. എത്ര സമയമുണ്ടാകുമെന്നറിയില്ല. അവസാന കാലമാകുമ്പോ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകര് പറഞ്ഞു വെച്ചിട്ടുണ്ടേ. ആ കാലത്തിലെത്തിയിട്ടുണ്ടെന്നാണ് പല അനുഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ആ അലാമത്ത് പ്രകടമാകുന്നത് എന്നിലാണോ നിങ്ങളിലാണോ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ ഘട്ടം വരുന്നതിന് മുമ്പ് കിട്ടിയ സമയം പരമാവധി അധ്വാനിക്കണം, അമല് വർദ്ധിപ്പിക്കണം, അതേ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഓ ചെറുപ്പക്കാരാ, പെങ്ങന്മാരെ, മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസല്ലേ. ഇന്ന് പകല് വരെ നമ്മളെ ഹറാമുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതൊന്ന് തിരുത്താമോ, മാറ്റിയെഴുതാമോ, നല്ല ചിന്തയിലേക്ക് വരാമോ? ഹറാമിന്റെ നോട്ടമൊന്ന് മാറ്റി നിർത്തിയിട്ട് ഹറാമിന്റെ ബന്ധങ്ങളൊക്കെ ഒന്ന് വിച്ഛേദിച്ചിട്ട് നല്ലവരായി ജീവിക്കാൻ നമുക്ക് പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലമാണ്. ഹറാമിന് വില കുറഞ്ഞു പോകുന്ന കാലമാണ്. എല്ലാ വേണ്ടാത്തരങ്ങളിലും മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ സാന്നിധ്യം അത് വല്ലാതെ കൂടുന്നു. പത്രങ്ങൾ നിങ്ങൾ വായിക്കൂ, ക്രിമിനൽ പ്രവർത്തനങ്ങളെ കേസുകൾ വായിക്കൂ. ഇസ്ലാമിന്റെ പേരുള്ള എത്ര ആളുകളാണ്. വായിക്കുമ്പോൾ കൽബിന് വേദനയാണ്, മനസ്സിന് നൊമ്പരമാണ്. എന്തുകൊണ്ടെന്നാണെന്നറിയോ? ഏതോ നാട്ടുകാരനാണെന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റുമോ? ഏതോ കുടുംബത്തിലുള്ള മക്കളാണ്, ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. കാരണം അവരെല്ലാം മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. ജന്മം കൊണ്ട് ഈമാന് കിട്ടിയവരാണ്, കർമ്മം കൊണ്ടും ഈമാന് നിലനിൽക്കേണ്ടവരാണ്, മരണം കൊണ്ടും ഈമാനോടെ മരിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ലഭിച്ച ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നശിക്കുന്നത് കാണുമ്പോൾ കൽബിന് വല്ലാത്ത വേദനയാണ്, നൊമ്പരമാണ്. കാരണം ലോകത്ത് തുല്യതയില്ലാത്ത ജീവിത സംസ്കാരങ്ങളും ആശയങ്ങളും പഠിപ്പിച്ചു തന്ന നേതാവല്ലയോ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്രയും വലിയ ഉന്നതമായ ആശയവും ആദർശവും സംസ്കാരവും പഠിപ്പിച്ചു തന്ന മുത്തുനബിയുടെ അനുയായികള് ആ സംസ്കാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് തോന്നിവാസത്തിലേക്ക് പോകുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമമല്ലയോ?
ദുനിയാവിന്റെ കളിയും രസവുമായി ഇങ്ങനെ പോകുമ്പോ അവരലക്ഷ്യമായി പോകുന്നുണ്ടാകാം, അവരതാ അലസമായി പോകുന്നുണ്ടാകാം, അതിന്റെ പേരിൽ ഹറാമിലേക്ക് ചെന്നു ചാടുന്നവരുണ്ടാകാം. പടച്ച റബ്ബ് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് നരകത്തിലിട്ട് വലിയ ശിക്ഷ നൽകുമല്ലോ. ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലത്ത് നമ്മുടെ കൂടെയുള്ള ഒരാളും അങ്ങനെ നശിക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമില്ലല്ലോ. ഇന്ന് എന്തൊക്കെയാണ് കേൾക്കുന്നത്? സുബ്ഹാനല്ലാഹ്, കഞ്ചാവിന്റെ വിതരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? മുസ്ലിം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരി മാത്രമല്ല, ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ, നമ്മളെ ഭാഗത്തൊക്കെ അന്വേഷിച്ചു നോക്കുമ്പോ സ്ത്രീകളായ ചെറുപ്പക്കാരികൾ പോലും ഇതിന്റെ കാരിയന്മാരാണ്, വിതരണക്കാരാണ് എന്നറിയുമ്പോൾ വീടകങ്ങളിലുള്ള അതേ ചെറുപ്പക്കാരികൾ പോലും ഈ പച്ചയായ ഹറാമിന് കൂട്ടുനിൽക്കുമ്പോൾ ചില ആളുകളെ ഇതിനെ അടിമപ്പെടുത്താൻ വേണ്ടി ഒറ്റയടിക്ക് ഒരു പ്രാവശ്യം മാത്രം അതേ അവരറിയാതെ ഉപയോഗിക്കാൻ കൊടുക്കുന്നു. MDMA ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ കിട്ടാതിരിക്കാൻ കഴിയൂല. വലിയ അപകടം പിടിച്ച സംഗതിയാണ്. എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. കിഡ്നി രണ്ടും അടിച്ചുപോയി, ആന്തരിക അവയവങ്ങൾ പലതും നശിച്ചുപോയി. കാരണം മാരകമായ കെമിക്കലുകളാണ് ഇതിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ലഹരിയുടെ വസ്തു പോലെയല്ല പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. അത് വല്ലാത്ത മാരകമായ വിഷമുള്ളതാണ്. മനുഷ്യന്റെ ശരീരം അപ്പാടെ തകർത്തു കളയുന്നതാണ്. മനസ്സിന്റെ സമതൽ തന്നെ തെറ്റിച്ചു കളയുന്നതാണ്. അതുകൊണ്ടല്ലേ 17കാരനായ വിദ്യാർത്ഥി സ്വന്തം ഉമ്മയെ കടുത്തറുത്ത് കൊന്നുകളഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? ആ കൊന്നുകളയാനുള്ള വികാരം എന്താണ്? എന്നെ ജനിപ്പിച്ചു എന്നതിന്റെ പ്രതികാരം തീർത്തതാണെന്നാണ് ചെറുപ്പക്കാരൻ കുട്ടി പറഞ്ഞത്. ലഹരി അതാ മയക്കുമരുന്നിനെ അടിമപ്പെട്ടിട്ട് അതേ സ്വന്തം അതേ ഗർഭം ചുമന്ന് പാലൂട്ടി വളർത്തിയ ഉമ്മയെ തന്നെ അറുകുല ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ മാറുമ്പോൾ അത് ഈ ഉമ്മത്തിൽ എത്ര വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്, അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്നല്ലല്ലോ, ഒരു പറ്റം ഇത്തരം വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരികയാണല്ലോ. ഓ എന്റെ ചെറുപ്പക്കാരാ, പെങ്ങളെ, നിങ്ങളോട് മനസ്സിൽ അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ വിനയത്തോടെ പറയാണ്, ഇത് ശഅബാനിന്റെ അവസാനമാണ്, റമദാനിലേക്ക് എത്തിപ്പെടുകയാണ്. ഖൽബ് നന്നാക്കാനുള്ള പറ്റിയ സമയമാണ്. എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും ഒന്ന് മാറിയിട്ട് റബ്ബിലേക്കൊന്ന് തിരിയാനുള്ള സന്ദർഭമാണ്. മടങ്ങാൻ നിങ്ങൾ ഒരുക്കമാണോ? എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് നന്നാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുമോ? പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കും കേട്ടോ. നിങ്ങൾ കേരിയർമാരായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിതരണക്കാരായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്നവരായി പോയിട്ടുണ്ടെങ്കിൽ, അതേ മസ്താക്കുന്ന വസ്തു നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഏതോ അന്യപെണ്ണിനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്യപുരുഷനോട് ബന്ധത്തിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ഖേദമുണ്ടോ? മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ റബ്ബ് ദിക്കാതെ റബ്ബ് അതാ ഈ തന്റെ അടിമകളോട് വല്ലാത്ത കാരുണ്യം കാണിക്കുന്നവനാണ്, ഔദാര്യം കാണിക്കുന്നവനാണ്.